പല ആളുകൾക്കും സൈക്കോളജിയും ഫിലോസഫിയും ആയിട്ടുള്ള വ്യത്യാസം ശരിയായിട്ട് അറിഞ്ഞുകൂടാ. ഇതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്നാമത്തെ കാരണം സൈക്കോളജിയിലെ തിയറിറ്റിക്കലായിട്ടുള്ള പല വിഭാഗങ്ങളുമുണ്ട്. ഫിലോസഫിക്കൽ സൈക്കോളജി എന്ന് തന്നെ ഒരു സ്പെഷ്യലൈസേഷനുണ്ട്. ഇത് തികച്ചും താത്വികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സൈക്കോളജിയാണ്. ഇപ്പോൾ തിയോളജിയുടെ ഭാഗമായിട്ട് ഒരു സൈക്കോളജിയുണ്ട്. സെൻറ് തോമസ് അക്വിനാസ് എഴുതിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് തിയോളജിക്കാർ പഠിക്കുന്ന സൈക്കോളജി. പിന്നെ ബുദ്ധിസ്റ്റ് സൈക്കോളജി, ജൈൻ സൈക്കോളജി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ബുദ്ധിസത്തിലും ജൈനിസത്തിലുമുള്ള മനഃശാസ്ത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചതാണ് ഈ മനഃശാസ്ത്ര വിഭാഗങ്ങൾ. അപ്പം ഇങ്ങനെ താത്വികമായിട്ടുള്ള പല വിഭാഗങ്ങളും ചേർന്നതുകൊണ്ട് സൈക്കോളജി ഫിലോസഫിയുടെ ഭാഗമാണെന്ന് പലരും കരുതുന്നു. അപ്പം ആദ്യകാലത്ത് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയപ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വന്നത് ഫിലോസഫി പ്രൊഫസർമാരാണ്. അന്ന് ഡിഗ്രികളുടെ പേരുകൾ BA, MA എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഈ പണ്ട് ഫിലോസഫി കോഴ്സുകളിൽ അതിൻ്റെ ഭാഗമായിട്ട് സൈക്കോളജി ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഉപവിഷയമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അവർ അതേ ഒരു പാറ്റേൺ തന്നെയാണ് സൈക്കോളജിയിലും തുടർന്നത്. പിന്നെ പതുക്കെയാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നൊരു വിഭാഗം കൂടെ തുടങ്ങിയത്. അതിൽ പ്രാക്ടിക്കൽസും ഒക്കെ തുടങ്ങി. അതിൽ സെൻസേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ് ഇങ്ങനെ ഉള്ള പ്രക്രിയകളെ പറ്റി ഗവേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ചില പരീക്ഷണങ്ങൾ കൂടെ ഉൾപ്പെടുത്തി. വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നൊരു കാര്യം കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ പതുക്കെയാണ് ഈ തികച്ചും തത്വശാസ്ത്രപരമായ ഒരു സൈക്കോളജിയിൽ നിന്ന് ഒരു എംപിറിക്കൽ സയൻസായിട്ട് സൈക്കോളജി മാറിയത്. ഇന്ത്യയിൽ പൊതുവെ ആളുകൾക്ക് ലെഥാർജി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോഴും ഒരു തത്വശാസ്ത്രപരമായ രീതിയിലാണ് മനഃശാസ്ത്രം കൈകാര്യം ചെയ്യപ്പെടുന്നത്. സൈക്കോളജി ഒരു അപ്ലൈഡ് സയൻസായിട്ട് രൂപം കൊണ്ടത് ഏതാണ്ട് ഒരു 1950 ശേഷമാണ്. ഇപ്പോൾ കാൾ റോജേഴ്സും മറ്റും വന്നതിന് ശേഷമാണ് ഈ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ കൗൺസിലിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം ഉണ്ടായത്. അപ്പോൾ ഇന്നും ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിക്കാണ് ഏറ്റവും പ്രാധാന്യം. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ കൗൺസിലിങ്, പേഴ്സണൽ ഗ്രോത്ത് തുടങ്ങിയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകപ്പെടുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് ഈ അപ്ലൈഡ് ഏരിയാസിലാണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനം ഈ മേഖലകളിൽ കിട്ടുന്നില്ല. എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ടെസ്റ്റിങ് തുടങ്ങിയവ ആവശ്യം തന്നെയാണ്. പക്ഷേ ഒരു 90% കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം കിട്ടുന്നത് ഈ മേഖലകളിൽ മാത്രമാണെങ്കിൽ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഈ കൗൺസിലിങ്, പേഴ്സണൽ ഗ്രോത്ത് തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ
വേണ്ടത്ര ധൈര്യം കിട്ടുകയില്ല. അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. ഇതിന് ഒരു കോമ്പൻസേഷൻ എന്നോണം ചില സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ കുട്ടികളെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പറഞ്ഞു വിടും. ഈ കൗൺസിലിംഗ്, ക്ലിനിക്കൽ സൈക്കോളജി ഇവയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുട്ടികളെ മെൻ്റൽ ഹോസ്പിറ്റൽ, മറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഇവിടെയൊക്കെ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ പോസ്റ്റിങ് എന്ന് പറഞ്ഞിട്ട് 2-3 മാസത്തേക്ക് പറഞ്ഞു വിടും. മിക്കവാറും ഇങ്ങനെയുള്ള സെൻ്ററുകളിൽ കൗൺസിലിംഗ് നടക്കുന്നുണ്ടാവുകയില്ല. ഇപ്പം മെൻ്റൽ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ മിക്കവാറും സൈക്യാട്രിസ്റ്റുകളാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നും പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ തന്നെ അയാൾ മിക്കവാറും ഒക്കെ വെറുതെ ഇരിക്കുകയാണ്. 8-10 സൈക്യാട്രിസ്റ്റ് ഉള്ളിടത്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഉണ്ടായിരിക്കുക. സൈക്യാട്രിസ്റ്റുകൾ വളരെ അപൂർവമായിട്ട് പേഷ്യൻസിനെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ വിട്ടാൽ തന്നെ ടെസ്റ്റിംഗ് എന്നും പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ ഇയാളുടെ കയ്യിൽ വേണ്ടത്ര ടെസ്റ്റുകൾ ഉണ്ടായിരിക്കില്ല. ഇയാൾ എന്തെങ്കിലും ഒരു സ്കോർ എഴുതി വിടും. അപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെ ഉദ്ദേശം അയാൾക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം, അല്ലെങ്കിൽ രോഗിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരാൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് വിടുന്നത്. മിക്കവാറും ഇയാൾ കൊടുക്കുന്ന റിപ്പോർട്ട് സൈക്യാട്രിസ്റ്റ് തുറന്നു നോക്കാതെ ചവറ്റുകുട്ടയിൽ ഇടുന്നതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ രോഗിക്ക് തനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടി, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അപ്പോൾ സൈക്യാട്രിസ്റ്റിന് എന്തോ കാര്യം മനസ്സിലായി എന്നൊക്കെ ഒരു ആത്മവിശ്വാസം കിട്ടും എന്നൊരു പ്രയോജനമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ചുരുക്കത്തിൽ ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻ്ററുകളിലോ ഒക്കെ സൈക്കോളജി കുട്ടികളെ പോസ്റ്റിങ്ങിന് വിട്ടാൽ അവർക്ക് യാതൊരു പ്രായോഗിക പരിശീലനവും കിട്ടുന്നില്ല. അവർ കുറേ നേരം ഒപ്പിട്ടിട്ട് എവിടെയെങ്കിലും ഒക്കെ ചുറ്റിത്തിരിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ് പതിവ്. ചുരുക്കം ചില സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാത്രമേ നല്ല രീതിയിലുള്ള പ്രായോഗിക പരിശീലനം കുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ചില സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ വിസിറ്റ് ചെയ്യാൻ എനിക്ക് സന്ദർഭം കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടായിരിക്കും. മിക്കവാറും സമയത്ത് അത് തുടർന്നായിരിക്കും, അത് പ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾക്കത് വന്ന് നിരീക്ഷിക്കാനെങ്കിലും അവസരം കിട്ടും. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് കൗൺസിലിംഗ്, എങ്ങനെയാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് വർക്ക് ചെയ്യുന്നത് എന്ന് ഉള്ളൊരു പ്രായോഗിക പരിശീലനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ടെസ്റ്റിങ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കാലാനുസൃതമായിട്ട് കുറയുകയും കൗൺസിലിംഗ്, പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഗ്രൂപ്പ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ഇങ്ങനെയുള്ളതിൽ കൂടുതൽ പ്രായോഗിക പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഈ പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം വെറും ഒരു കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് മാത്രം ഉള്ളവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ശമ്പളം ഒരു MSW സോഷ്യൽ വർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പാസ്സാകുന്നവർക്ക് ചിലപ്പോൾ കരിയർ ഗൈഡൻസ് അഡ്വൈസർ, കൗൺസിലർ എന്നൊക്കെ പറഞ്ഞ് ജോലി കിട്ടും. പക്ഷേ ഒരു MSW ഉള്ള ഒരാൾക്ക് അവർ കൗൺസിലിംഗ് പഠിക്കുന്നുണ്ട്, അവർ കൗൺസിലറായാൽ ഈ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രം പാസ്സായ കൗൺസിലർക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടും. പക്ഷേ ഒരു ലൈസൻസ് ഉള്ള PhD ഉള്ള ഒരു സൈക്കോളജിസ്റ്റിന് ഈ MSW പാസ്സായ കൗൺസിലറെക്കാളും ഇരട്ടി ശമ്പളം സാധാരണ കിട്ടും. അതായത്
ഒരു ലൈസൻസ് ഉള്ള ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് PhD ഉണ്ടായിരിക്കും. അയാൾക്ക് ഇൻറ്റേൺഷിപ്പ്, അതായത് ലൈസൻസ് ഉള്ള ഒരാളുടെ കൂടെ ഫുൾ ടൈമായിട്ട് 6 മാസമോ 1 വർഷമോ വർക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ട്രെയിനിങ്ങും അവർക്ക് കിട്ടിയിരിക്കും. അവർ പഠിച്ച സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഈ കൗൺസിലിങ്ങും പേഴ്സണൽ ഗ്രോത്തിനും ഉള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ധാരാളം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവരെയാണ് പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റായിട്ട് നിയമിക്കപ്പെടുന്നത്. ഇന്ന് പല ആശുപത്രികളിലും, വലിയ ആശുപത്രികളിലും ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ സൈക്കോളജിസ്റ്റ് അയാളുടെ പരിശീലന ഭാഗമായിട്ട് ഈ കൗൺസിലിങ്ങും പേഴ്സണൽ ഗ്രോത്തും മറ്റും നല്ലവണ്ണം പരിശീലിച്ചിരിക്കും. ഇവിടെ ഒരു ഡിസീസ് ക്യൂർ മോഡലല്ല. ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും അയാളൊരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്യൂർ ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു സൈക്കോളജി പാരഡൈമിൻ്റെ ഭാഗമല്ല, അതൊരു മെഡിക്കൽ മോഡലിൻ്റെ ഭാഗമാണ്. ഒരു സൈക്കോളജിസ്റ്റ് ഒരു ഫെസിലിറ്റേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ ചികിത്സിക്കുകയല്ല, അയാൾ രോഗിയുടെ പേഴ്സണൽ ഗ്രോത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്. പല ആളുകളും ഫ്രോയിഡും യുങ്ങും ഒക്കെ സൈക്യാട്രിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ഇത് ഒരു വലിയ കൺഫ്യൂഷന് കാരണമാണ്. ഈ സൈക്യാട്രി എന്നുള്ള വാക്ക് 1808 മുതൽ നിലവിലുണ്ട്. ഫ്രോയിഡോ യുങ്ങോ ഈ സൈക്കോ അനലിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആരും സൈക്യാട്രിസ്റ്റ് എന്നുള്ള പദം സ്വയം ഉപയോഗിച്ചിരുന്നില്ല. ഫ്രോയിഡ് സ്വയം സൈക്കോ അനലിസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഫ്രോയിഡിൻ്റെ ശിഷ്യനായ യൂങ് തുടങ്ങിയ സിസ്റ്റത്തിന് അനലിറ്റിക്കൽ സൈക്കോളജി എന്നാണ് പേര്, സൈക്യാട്രി എന്നല്ല. ആഡ്ലറുടെ സിസ്റ്റത്തിൻ്റെ പേര് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നാണ്. അവരാരും ഒരു മെഡിക്കൽ മോഡൽ ഫോളോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുന്നത് നിങ്ങൾ മെഡിക്കൽ ഡോക്ടറാണോ അല്ലയോ എന്ന് വെച്ചല്ല തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ ശാരീരികമായ ചികിത്സാ രീതികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നതനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ശരിക്ക് സൈക്കോളജിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് മോഡലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫെസിലിറ്റേറ്റർ സെൽഫ് ഇമേജാണ് ഉണ്ടാകേണ്ടത്. ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ വന്ന് മെഡിക്കൽ മോഡലിൽ ട്രെയിനിങ് കിട്ടിയ ഒരാൾക്കാണ് ഡിസീസ് ആൻഡ് ക്യൂർ മോഡൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രൊഫഷണലൈസേഷൻ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ള ട്രെയിനിങ് ഓരോ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും അവർ തന്നെയാണ് നൽകേണ്ടത്. ഓരോ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കണം. അതനുസരിച്ചുള്ള ട്രെയിനിങ് എല്ലാ കുട്ടികൾക്കും ആദ്യം മുതലേ കൊടുക്കണം. എവിടെയെങ്കിലും ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു വിടുന്നത് ഇതിനൊരു പകരമാകില്ല. ഇങ്ങനെ ഒരു മാറ്റം എല്ലാ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റെങ്കിലും വന്നെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു പ്രൊഫഷണലൈസേഷൻ ഓഫ് സൈക്കോളജി സാധ്യമാകുള്ളൂ.